ഒപ്പം ഗോകുലം ഗോപാലൻചേട്ടനുണ്ട്. ഗോപാലൻ, എനിക്ക് ഈ ഈ ഇത് യാഥാർത്ഥ്യമാക്കുന്നതിന് പിന്നിൽ ആന്റോ അഗസ്റ്റിനോടൊപ്പം തന്നെ നിലയുറപ്പിച്ച ആളാണ് ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ. നമുക്കൊപ്പം ഗോപാലേട്ടൻ കൂടി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ഗോപാലേട്ട. ആദ്യമേ തന്നെ ഒരു താങ്ക്സ് പറയുന്നു. അത് യാഥാർത്ഥ്യമാക്കിയതിന് അതിന് അങ്ങയുടെ കൂടി ഒരു പൂർണ്ണമായ സഹകരണവും പിന്തുണയും ഉണ്ടായിരുന്നു കേരളത്തിലെ കായിക പ്രേമികൾക്ക്. ഗോപാലേട്ട, അതായത് ഫുട്ബോൾ എന്ന ഒരു ഫുട്ബോൾ പ്രേമികൾക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചത്. കാരണം അത് നടക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ, കാരണം മനസ്സിലെല്ലാവർക്കും മെസ്സി വരുന്നു എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ അതേ സമയത്ത് അത് ഇല്ലാതായി പോയപ്പോൾ നമുക്ക് എല്ലാവർക്കും, ഫുട്ബോൾ പ്രേമികൾക്കെല്ലാം തന്നെ വലിയ മാനസിക വിഷമം വന്നു. അതുകൊണ്ടാണ് ഞാനും ഇതിൽ എന്നാൽ സാധിക്കുന്ന എല്ലാ ഹെൽപ്പുകളും ചെയ്യാനുള്ള ഒരു കാരണം ഉണ്ടായത്. പക്ഷെ അത് വന്നത് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് റിപ്പോർട്ടർ TV ഇക്കാര്യത്തിൽ വളരെ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് പണിയെടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും അവസാനം ഇത് വിജയിക്കാൻ എന്നാൽ സാധിക്കുന്ന മാക്സിമം ഞാൻ ചെയ്തതിന്റെ പേരിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാര്യം നടന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. എനിക്ക് ഗോപാലേട്ട ഏറ്റവും നല്ല സൂപ്പർ ഹിറ്റായ സിനിമകൾ എടുത്തിട്ടുണ്ട് അല്ലേ? ഗോകുലം FC എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു ടീമാണ്. അപ്പൊ ഒരുപക്ഷെ ഗോകുലം FC-യുടെ ഒക്കെ മത്സരം ഇനി നമുക്ക് വേണ്ടി വരും അല്ലേ, ഇതിന് തൊട്ട് മുമ്പായിട്ട് ഗോപാലേട്ട? അതെ, തീർച്ചയായും ഗോകുലം FC എന്ന ഒരു ഇത് എടുക്കാനുള്ള കാരണം എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഒരു ഫാഷനാണ്. പക്ഷെ എനിക്ക് കളിക്കാൻ പറ്റിയില്ലെങ്കിലും പുതിയ തലമുറയെ ഈ ഫുട്ബോൾ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വളരെയധികം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അത് മാത്രമല്ല 22 കൊല്ലത്തിന് ശേഷം കേരളത്തിൽ ചാമ്പ്യൻഷിപ്പ് നേടിയ ഒരു ഗ്രൂപ്പായി ഞങ്ങൾക്ക് വളർത്താനും പറ്റിയിട്ടുണ്ട്. എല്ലാം ദൈവാനുഗ്രഹം. ഇത് ജനങ്ങളുടെ സപ്പോർട്ട് നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിന്റെ പേരിലാണ് ഫുട്ബോൾ ഈ രീതിയിൽ നമുക്ക് നന്നായി കൊണ്ടുവരാൻ സാധിച്ചത്. പക്ഷെ ഇന്ന് ഫുട്ബോൾ രാജാവായ മെസ്സി ഇവിടെ വരുന്നത് പ്രത്യേകിച്ചും ഫുട്ബോൾ പ്രേമികളായ എന്നെ പോലത്തെ ആളുകൾക്ക് ഏറ്റവും സന്തോഷം. അതിന് സംവിധാനം ചെയ്ത എല്ലാ ആളുകൾക്കും അത് ഞാൻ നന്ദി പറയാം. ഗോപാലേട്ടന്റെ ഏതെങ്കിലും വേൾഡ് കപ്പ് മാച്ച് കാണാൻ പോയിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഞങ്ങളുടെ മാച്ച് തന്നെ കാണാൻ പോയി. ഫോറിൽ പോയിട്ടില്ല, ലോകകപ്പ് പോയിട്ടില്ല. അപ്പൊ നേരിട്ട് അർജന്റീനയുടെ കളി കാണാൻ മുമ്പിൽ തന്നെ ഉണ്ടാവും ഗോപാലേട്ടൻ? ഓ, തീർച്ചയായിട്ടും ഉണ്ടാവും. എന്നെപ്പോലത്തെ ഫുട്ബോൾ പ്രേമികളെല്ലാം തന്നെ മുന്നിലുണ്ടാവും. ഓക്കെ, താങ്ക് യു ഗോപാലേട്ട, താങ്ക് യു.